ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് അറ്റ് 1930. നോക്കാം. ആദ്യം നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരുന്നു. അതിനുശേഷമാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 വന്നത്. ഹോൾ ഓഫ് ഇന്ത്യ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഹോൾ ഓഫ് ഇന്ത്യ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആപ്ലിക്കബിലിറ്റി ഇല്ല. ആപ്ലിക്കബിലിറ്റി ഡീൽസ് വിത്ത് സെയിൽ ഓഫ് മൂവബിൾ ഗുഡ്സ്, മോർഗേജ് ഓർ പ്ലഡ്ജ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടില് എപ്പോഴും മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നത്. അതായത് ഇമൂവബിൾ അല്ല, മൂവബിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ്, ഇലക്ട്രോണിക് ഡിവൈസുകൾ, അതുപോലത്തെ സാധനങ്ങൾക്ക് മൂവബിൾ എന്ന് പറയാം. ഓക്കെ. പക്ഷെ ബിൽഡിങ്ങും ലാൻഡും ഒക്കെ ഇമ്മൂവബിൾ ആണ്. ബിൽഡിങ്ങും ലാൻഡിനൊക്കെ ഇമ്മൂവബിൾ എന്ന് പറയും. അല്ലാത്ത നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്നതിനെല്ലാം മൂവബിൾ എന്നാണ് വിളിക്കുക. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡീൽസ് വിത്ത് മൂവബിൾ ഗുഡ്സ്, നോട്ട് വിത്ത് ഓൾ മൂവബിൾ പ്രോപ്പർട്ടി. പക്ഷെ അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും അങ്ങനെ തന്നെ ആവണമെന്നില്ല എന്നാണ് പറയുന്നത്. സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇതൊക്കെ എന്തിലാണ് വരുന്നത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ് വരുന്നത്. ഇമ്മൂവബിൾ ആയ പ്രോപ്പർട്ടി, ലാൻഡ്, ബിൽഡിംഗ് തുടങ്ങിയൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാൻഡ്, ബിൽഡിംഗ് ട്രാൻസ്ഫർ ഒക്കെ. ഈ ഡെഫിനിഷനിലേക്ക് പോവാം. എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി എക്സെപ്റ്റ് ഓപ്ഷണൽ ക്ലെയിം ആൻഡ് മണി. എല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ആക്ഷനബിൾ ക്ലെയിമും മണിയും വരത്തില്ല. ആക്ഷനബിൾ ക്ലെയിമും മണി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടി ഗുഡ്സിന്റെ ഡെഫിനിഷനിലാണ് വരുന്നത്. സ്റ്റോക്ക്, ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, തിങ്സ് അറ്റാച്ച് ടു ലാൻഡ്, ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന തിങ്സ്, ഗുഡ്സ്, അതെല്ലാം ഗുഡ്സ് ആണ്. ഏതൊക്കെയാണ്? ഓൾ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ആക്ഷനബിൾ ക്ലെയിമും മണിയും വരൂല. പക്ഷെ ഏതൊക്കെ വരും? മൂവബിൾ ആയിട്ടുള്ള സ്റ്റോക്ക്, ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, തിങ്സ് അറ്റാച്ച് ടു ലാൻഡ് ഒക്കെ ഗുഡ്സ് ആണ്. അതുപോലെ തന്നെ ഗുഡ് വില്ല്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്സ്, പാറ്റന്റ്, വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി എല്ലാം ഗുഡ്സ് ആയിട്ട് തന്നെ വരും. ഓക്കെ. അപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് 176 സെക്ഷനിൽ പറഞ്ഞത് പിന്നീട് സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട് സെക്ഷൻ 2(7) ഗുഡ്സിനെ പറ്റി പറയുന്നത്. ആക്ഷനബിൾ ക്ലെയിം. ആക്ഷനബിൾ എന്ന് പറഞ്ഞാൽ ക്ലെയിം ആണ്. ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യില്ല. അതുപോലെ തന്നെ അത് ആക്ഷനബിൾ ക്ലെയിം. ക്ലെയിംസ് വിച്ച് ആർ എൻഫോഴ്സ്ഡ് only by an action or suit in court. ഒരു ആക്ഷൻ, ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നു, അപ്പോഴാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്യൂട്ടിന്റെ കോർട്ടിൽ സ്യൂട്ട് നടന്ന് എൻഫോഴ്സ് ചെയ്യുമ്പോഴാണ് ആക്ഷനബിൾ ക്ലെയിം വരിക. ഓക്കെ. ആക്ഷനബിൾ ക്ലെയിം cannot be sold or purchased. അപ്പൊ മുകളിൽ പറയുന്നുണ്ടായിരുന്നു സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസ്ഫർ ഓഫ് EAC എന്ന് പറയുന്നത് ആക്ഷനബിൾ ക്ലെയിം ആണ്. ആക്ഷനബിൾ ക്ലെയിമും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലല്ല പോവുക, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലേക്കാണ് പോവുക. അതുകൊണ്ട് ആക്ഷനബിൾ ക്ലെയിം വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ വാങ്ങാനും വിൽക്കാൻ എന്ന് പറ്റില്ലെന്ന് പറയാൻ നമുക്ക് അസൈൻ ചെയ്യാം. പകരം വിൽപ്പന നടത്തുന്നതിന് പകരം നമുക്ക് അസൈൻ ചെയ്ത് ആർക്കെങ്കിലും ഒരു പൈസയ്ക്ക് വേണ്ടി അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് അസൈൻമെന്റ് മാത്രമേ ഉള്ളൂ. സോൾഡ്, പർച്ചേസും ഇല്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം നമ്മൾ ചെയ്യാം. മണി എന്ന് പറയുന്ന ലീഗൽ ടെൻഡർ ആയിരിക്കണം. ഓൾഡ് കോയിൻസ് ആൻഡ് ഫോറിൻ കറൻസി അത് മണിയായിട്ട് എടുക്കാം. പക്ഷെ ലീഗലി ടെൻഡേർഡ് ആയിരിക്കണം. അപ്പം നമ്മൾ ഫോറിൻ കറൻസി ആണെങ്കിൽ അതിനെ കൊണ്ടുവന്ന് ഇന്ത്യൻ കറൻസിയൊക്കെ കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കാം. അതാണ് മണി ലീഗലി ടെൻഡേർഡ് ആയിരിക്കണം. അടുത്ത നോക്കാം. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഈ കോൺട്രാക്ട് ഓഫ് സെയിൽ, എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓഫ് സെയിൽ എന്ന് പറയുമ്പം അവിടെ അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് വേണം. ഒന്ന് സെല്ലർ, മറ്റേത് ബയർ. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മസ്റ്റ് ബി നെസസറിലി മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. അത് ഇപ്പോൾ ഉള്ളതാവാം, ഫ്യൂച്ചറിലുള്ളതാവാം. മസ്റ്റ് ബി നെസസറിലി മൂവബിൾ ഗുഡ്സ്. മൂവ് ചെയ്യുന്ന ടൈപ്പ് ഇപ്പോൾ ഒന്നെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് വേണം തരണം എന്നാണെങ്കിൽ ഫ്യൂച്ചർ ആയി പോവില്ലേ. എക്സിസ്റ്റിംഗ് ആവാം, പിന്നീട് മാനുഫാക്ചർ ചെയ്തിട്ട് തരുന്നതാവാം, ഫ്യൂച്ചർ ആവാം. മസ്റ്റ് ബി നെസസറിലി മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. പ്രൈസ് ഓൺലി മണി ഓർ മണീസ് വാട്ട് ഷുഡ് ബി പെയ്ഡ്.
മണി ഈസ് വാട്ടിലായിട്ടുള്ള പേയ്മെന്റ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. പാർട്ട്ലി ഇൻ ക്യാഷോ പാർട്ട്ലി ഇൻ കൈൻഡും ആവാം. ചിലപ്പം കാറാണ്, ഈ കാർ ഇപ്പൊ എനിക്ക് പുതിയൊരു മോഡൽ കാർ വേണം, അതിന്റെ ഡിസൈൻ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ ലക്ഷറി കാറും അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് കൂടെ കൊടുത്ത് ഞാൻ പുതിയ എന്റെ ഡിസൈൻഡ് കാർ ഞാൻ വാങ്ങുന്നു. ഓക്കെ. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഫ്രം സെല്ലർ ടു ബയർ മസ്റ്റ് ടേക്ക് പ്ലേസ്. ഓണർഷിപ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അബ്സല്യൂട്ട് എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി അബ്സല്യൂട്ട് ആയിട്ടാവാം, അതിന്റെ കണ്ടീഷൻ ആവാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോൾ ഉള്ള കാറും പിന്നെ ഞാൻ പുതിയതായിട്ട് ഡിസൈൻ ചോദിച്ച കാർ വാങ്ങും, ഇപ്പോൾ ഉള്ള കാറും അതിന്റെ കൂടെ ഒരു 1-2-3 കോടി രൂപയും കൂടെ ചേർത്തിട്ട് ഞാൻ വലിയൊരു ലംബോർഗിനിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വലിയ വലിയ കാർസ് ഉണ്ടല്ലോ, അതുപോലുള്ള കാർസ് ഒക്കെ വാങ്ങാം. Contract of sale. Contract where seller transfers or agrees to transfer. Contract where seller ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം, ഞാൻ കാറ് ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ചെയ്ത് തരാം എന്ന് പറയുന്നതാണ്, ബയ്യറിനോട് പറയുന്നതാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ. There should be transfer of ownership for price. ഒരു കൺസിഡറേഷന് ഒരു പ്രൈസ് ഞാൻ ഈ കാറിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തത് agreement to sell understand properly. അതായത് agreement to sell. Property is transferred from seller to buyer immediately. ഞാൻ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഗുഡ്സ് കാർ നിങ്ങൾക്ക് വിൽക്കും, ഇന്ന ദിവസം നിങ്ങൾക്ക് തരും, അപ്പൊ നിങ്ങൾ ബാലൻസ് ഇത്ര എമൗണ്ട് കൂടെ എനിക്ക് തരണം എന്ന് പറയുന്നതാണ് എഗ്രിമെന്റ് ടു സെൽ. അതായത് അടുത്ത ആഴ്ച ഇതേ സമയം ബാലൻസ് ഒരു 20 lakhs കൂടെ തരികയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഈ കാറ് ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നു, അത് എഗ്രിമെന്റ് ടു സെൽ. അപ്പൊ അത് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർട്ടി ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അന്ന് അത് സംഭവിക്കുന്നു. പ്രോപ്പർട്ടി is transferred at a future time or subject to some condition. Subject matter of contract of sale. അത് സെക്ഷൻ 6 ആണ്. കോൺട്രാക്ട് ഓഫ് സെയിൽ ഗുഡ്സ് ആണ്. ഗുഡ്സ് ഇപ്പോൾ ഉള്ളതാവാം, എക്സിസ്റ്റിംഗ് ആവാം, ഫ്യൂച്ചർ ആവാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് കാറ്ററിംഗ് വിളിക്കുകയാണെങ്കിൽ അടുത്ത മാസമായിരിക്കും ഫംഗ്ഷൻ, അത് ഈ മാസമേ ഫുഡ് ഉണ്ടാക്കി അവർക്ക് വെക്കാൻ പറ്റുമോ? ആ ദിവസം തലേ ദിവസം അതിന് മുമ്പത്തെ ദിവസമായിരിക്കും അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ ഗുഡ്സ് ആവാം. ഓക്കെ. ഗുഡ് വിൽ ആവാം, പാറ്റന്റ് ആവാം, ട്രേഡ് മാർക്ക് ആവാം, കോപ്പി റൈറ്റ്, റെയർ ഓർ ഓൾഡ് കോയിൻസ് ആവാം. കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്. ഫ്യൂച്ചർ ഗുഡ്സിന് സെയിൽ ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് വെക്കുമ്പോൾ അത് എഗ്രിമെന്റ് ടു സെൽ ആണ്, അത് സെയിൽ ആവുന്നല്ല, എഗ്രിമെന്റ് ടു സെൽ ആണ്, അത് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. എഗ്രിമെന്റ് ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന ഇത് ഞങ്ങൾ തരാം എന്ന് പറയുന്നതാണ്. എഫക്ട് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്. ഈ സ്പെസിഫിക് ഗുഡ്സ് ഡിസ്ട്രോയ് ആവുമ്പോൾ ഇത് സംഭവിക്കുന്നു. സെക്ഷൻ 7 and 8 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് goods not existing already destroyed at the time of contract goods exist ചെയ്യുന്നില്ല, ഓൾറെഡി ഡിസ്ട്രോയ് ആയി പോയി കോൺട്രാക്ട് വയ്ക്കുന്ന സമയത്ത്. സെക്ഷൻ 7 പറയുന്നത് ഗുഡ്സ് അപ്പൊ അവിടെ ഇല്ല, ഡിസ്ട്രോയ് ചെയ്ത് പോയി കോൺട്രാക്ട് വയ്ക്കുന്ന സമയത്ത്. കോൺട്രാക്ട് ഓഫ് സെയിൽ ബിക്കംസ് വോയിഡ്. സെയിൽ നടത്താൻ പറ്റൂലല്ലോ. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് പ്ലസ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് അവിടെ വരികയാണ്. ഓക്കെ. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇനി കോൺട്രാക്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ വാങ്ങാന്ന് വിചാരിച്ചിരിക്കട്ടെ. പൂച്ചക്കുട്ടിയെ ഞാൻ വാങ്ങാം. അപ്പൊ ഞാൻ വാങ്ങുന്നവരുമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് പൂച്ചക്കുട്ടി മരിച്ചുപോയി ഏതോ കാലത്ത്. അപ്പൊ വിൽക്കുന്ന അതിന്റെ ഓണറിനും അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. അപ്പൊ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണ്, രണ്ടുപേരെ കഴിഞ്ഞ് അറിയാതെ വന്ന മിസ്റ്റേക്ക്, നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഇനിയിപ്പോ വിൽക്കാൻ പറ്റും. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ആ പൂച്ച ഇപ്പൊ ഇല്ല, then impossibility of performance already destroyed at the time of contract. Goods perishable after agreement to sell but before sale is completed. Agreement to sell അതിന് ശേഷമാണ് ഗുഡ്സ് പെരിഷബിൾ, അതായത് ചീത്തയായി പോകുന്ന ഈറ്റബിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ മിൽക്ക് അതുപോലത്തെ സാധനങ്ങളായിരിക്കാം. സെയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് പെരിഷായി പോവുകയും ചെയ്തു. അപ്പൊ കോൺട്രാക്ട് ഓഫ് സെയിൽ വോയിഡ് ആവും. If goods are destroyed due to fault of one party, then other party can claim damages. കൃത്യമായിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കാതെ ആണ് മിൽക്ക് ചീത്തയാക്കി കളഞ്ഞെങ്കിൽ മറ്റേ പാർട്ടിക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാം. Now section 7 and 8 apply only to specific goods ആണ് section 7 ഉം 8 ഉം അപ്ലൈ ചെയ്യാം. അപ്പോൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ഉണ്ട്, നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റാത്ത ഗുഡ്സ്. Contract is not void even if entire stock is destroyed.
അതായത് അൺഅസർട്ടൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കടക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്ത് എത്ര ഏതാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരിക്കുന്ന ഗുഡ്സിനെയാണ്. അത് കോൺട്രാക്ട് വോയിഡ് ആവുന്നില്ല ഇപ്പൊ മൊത്തം സ്റ്റോക്കും ഡിസ്ട്രോയിഡ് ആയാൽ പോലും. മോഡ്സ് ഓഫ് ഫിക്സേഷൻ ഓഫ് പ്രൈസ്. പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് സെക്ഷൻ 9 and 10 ബൈ പാർട്ടീസ് ബൈ മാനർ പ്രൊവൈഡഡ് ഇൻ ദ കോൺട്രാക്ട്. കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്ന മാനർ അനുസരിച്ച് പാർട്ടീസ് ആണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആസ് പെർ കസ്റ്റംസ് ആൻഡ് യൂസേജ് ഓഫ് ട്രേഡ്. ട്രേഡിന്റെ കസ്റ്റം യൂസേജ് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. റീസണബിൾ പ്രൈസ് ഉണ്ട്. ഇഫ് നൺ ഓഫ് ദ എബോവ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ. റീസണബിൾ പ്രൈസിനാണ് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുക. ബൈ തേർഡ് പാർട്ടി. ബട്ട് ഇഫ് തേർഡ് പാർട്ടി ഫെയിൽസ് ടു ഫിക്സ് ദ പ്രൈസ്, കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. അതായത് തേർഡ് പാർട്ടി ആണ് ഇപ്പൊ പ്രൈസ് ഫിക്സ് ചെയ്യും. ഇപ്പൊ വാല്യൂവറിനെ കൊണ്ടുവന്നാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആയി മാറും. But if buyer has used the goods, then he shall pay reasonable price to seller. Buyer ആ goods ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു reasonable price സെല്ലറിന് കൊടുക്കണം. Points to remember. Contracting parties are not discharge or non-acquisition or non-production of finished goods. ഇപ്പൊ കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഗുഡ്സ് ഇതുവരെ മാനുഫാക്ചർ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. Finished goods are neither in existence nor in possession of seller at the time of contract of sale. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് എഗ്രിമെന്റ് ഓഫ് സെല്ലായി ഫ്യൂച്ചറിൽ അത് റെഡിയാക്കി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. അടുത്ത പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി സെക്ഷൻ 18 to 24 ആണ്. പാസിംഗ് ഓഫ് പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു പാസിംഗ് ഓഫ് ഓണർഷിപ്പ് ആണ്. റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്. ഓണർഷിപ്പ് മാറുമ്പോൾ റിസ്ക് കൂടെ പാസ്സാവും. ഇപ്പൊ ഞാൻ കാർ വിൽപ്പന നടത്തി കാർ വാങ്ങിച്ചിട്ട് ഒരാഴ്ചക്ക് ശേഷം കാറിന്റെ എഞ്ചിൻ എന്തെങ്കിലും കേട് വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഡോർ കേടായി ഞാൻ തന്നെ അതിന്റെ റിസ്ക് എടുക്കണം. ഈ പ്രോപ്പർട്ടി ഹാസ് പാസ്ഡ് ബയർ, റിസ്ക് ലൈസ് വിത്ത് ബയർ ആൻഡ് നോട്ട് വിത്ത് സെല്ലർ. Deliverable state. In such condition that buyer will be bound to take delivery. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ എഗ്രിമെന്റ് അനുസരിച്ച് ആ പ്രോഡക്റ്റ് നമ്മൾ ബയ്യറിന്റെ പ്ലേസിൽ കൊണ്ട് ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ ബയ്യർ പോയി സെല്ലറിന്റെ അവിടെ നിന്ന് പ്രൊക്യൂർ എടുത്തോണ്ട് വരിക. സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ് ഉണ്ട്. ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർഡ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഇൻ ദ ഫോളോയിങ് കേസസ്. ഈ പറയുന്ന കേസസിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ വെക്കുന്ന സമയത്താണ് ഓണർഷിപ്പ് മാറുന്നത്. കോൺട്രാക്ട് ഈസ് ഫോർ സ്പെസിഫിക് ഗുഡ്സ് പ്ലസ് ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്സ്. ഒരു പർട്ടിക്കുലർ ഗുഡ്സിന് വേണ്ടി ആണ് ഞാൻ കോൺട്രാക്ട് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ തന്നെ കൊടുക്കാനും ഉള്ള സ്റ്റേജിലാണെങ്കിൽ അത് അപ്പം തന്നെ അതിൻ്റെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലേക്ക് വരുന്നു. Weighing on measurement has been done and price has been determined. വെയിറ്റ് ഒക്കെ നോക്കി പ്രൈസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുകയാണ്. നമുക്കിപ്പോൾ 1/2 കിലോ പഞ്ചസാര വേണം. അപ്പൊ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി അവർ 1/2 കിലോ ഒരു ചെറിയ കവറിലാക്കി മാർജിൻ ഫ്രീയിൽ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ വെച്ചിരിക്കുകയാണ്, പ്രൈസ് ഇട്ട് വെച്ചിരിക്കുന്നു, നമുക്ക് പൈസ കൊടുക്കുക, അപ്പം തന്നെ എടുക്കുക അല്ലേ. അപ്പം തന്നെ എന്ത് നമ്മുടെ ഓണർഷിപ്പ് 1/2 കിലോ പഞ്ചസാര ഓണർഷിപ്പ് നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. നോൺ ഡെലിവറബിൾ സ്റ്റേറ്റ് ഉണ്ട്. ആഫ്റ്റർ പുട്ടിംഗ് ഗുഡ്സ് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് പ്ലസ് ഇൻഫോം ബയ്യർ. ഇപ്പൊ നമുക്ക് നോൺ ഡെലിവറബിൾ സ്റ്റേറ്റ് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, അല്ലെങ്കിൽ പഞ്ചസാര ചാക്കിൽ വന്നിരിക്കുകയാണ്, ഇതുവരെ അത് കിലോഗ്രാം ആക്കി ചെറിയ പാക്കറ്റിലാക്കിയില്ല. അപ്പൊ എപ്പോഴാണ് നമ്മളത് ആ ചാക്ക് പഞ്ചസാര ചെറിയ പാക്കറ്റ് ആക്കി റെഡി ആക്കുന്നു, അപ്പൊ തന്നെ ബയ്യറിനെ ഇൻഫോം ചെയ്യുമ്പോൾ അതിന്റെ ഓണർഷിപ്പ് ബയ്യറിലേക്ക് പോകും. ഡെലിവറബിൾ സ്റ്റേറ്റ് ബൈ പ്രൈസ് നോട്ട് ഡിറ്റർമിനേഷൻ. ഇപ്പൊ പഞ്ചസാരയൊക്കെ പാക്കറ്റിലാക്കി, പക്ഷെ പ്രൈസ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഓണർഷിപ്പ് അങ്ങോട്ട് പോകും. ഇൻ കേസ് പ്രൈസ് വാസ് നോട്ട് determined at the time of formation of contract and it is determined later by weight or measurement. ഇപ്പൊ കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് വെയിറ്റ് എടുത്തതിന് ശേഷമാണ്, ഈ മെഷർമെന്റ് എടുത്തതിന് ശേഷമാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്പെസിഫിക് അല്ലെങ്കിൽ അസർട്ടൈൻഡ് ഗുഡ്സിനെ കുറിച്ചാണ്. അടുത്ത് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഓൺലി ആഫ്റ്റർ അസർട്ടൈൻമെന്റ് ആൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. നമുക്ക് ചില സമയത്ത് നമുക്ക് ഗുഡ്സ് അസർട്ടൈൻ ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് നോക്കാം. അസർട്ടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് സെറ്റിംഗ് അസൈഡ് ഫ്രം ഹ്യൂജ് മാസ്
done by seller. അതായത് ഒരു വലിയ ബൾക്കിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച് അത് അസർട്ടൈൻ ചെയ്യുന്നതാണ് അസർട്ടൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ, അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ selection of goods with the intention of using them in performance of contract. It is bilateral act of buyer and seller. അതായത് കുറച്ച് ഗുഡ്സ് എടുത്ത് മാറ്റി വെക്കുകയാണ് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. ഓക്കെ, goods must be unconditionally appropriate to the contract. Once appropriation with mutual consent has taken place, buyer becomes the owner of goods. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചാക്ക് പഞ്ചസാര വന്ന് ഇറങ്ങണ ഞാൻ കണ്ടു. അപ്പൊ പോകുന്ന വഴിക്ക് പറഞ്ഞു എനിക്ക് 2 കിലോ എടുത്ത് വെച്ചിരിക്കുന്നേ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് പിന്നെ വരും. അപ്പോഴത്തേക്കും 2 കിലോ എടുത്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്, ഒരു അൺഅസർട്ടൈൻഡ് ഗുഡ്സിനെ ഗുഡ്സ് അസർട്ടൈൻ ചെയ്ത് മാറ്റി വെക്കുമ്പോഴത്തേക്കും അതിന്റെ ഓണർഷിപ്പ് എന്നിലേക്ക് വരും. When seller delivers the goods to buyer or a carrier for their transmission to buyer and does not reserve the right of disposal, ownership is transferred. അപ്പം കൊറിയർ ക്യാരിയും പോയി അല്ലെങ്കിൽ ഡെലിവറി ബോയുടെ കയ്യിൽ കൊടുത്തു വിടുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് അത് തരുമ്പോഴോ അത് എൻ്റെ കയ്യിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നു. If such goods are not delivered, seller holds him as bailey. ഇപ്പം ഞാൻ എനിക്ക് പാക്കറ്റ് ഞാൻ പൈസ കൊടുത്ത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്, എടുത്തോണ്ട് വന്നില്ല. അപ്പൊ ഒരു ബെയിലി എന്ന നിലയിൽ സെല്ലർ എൻ്റെ ബിഹാഫിന് ആ 2 കിലോ പഞ്ചസാര അവിടെ വെച്ചിരിക്കും. Essentials of appropriation. Goods should conform to description quality stated in the contract. കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആ ക്വാളിറ്റി അത് കീപ്പ് ചെയ്യണം. ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലായിരിക്കണം, നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഗുഡ്സ് ഇരിക്കേണ്ടത്. Goods must be unconditionally appropriated to contract either by delivery to buyer or its agent or its carrier. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ബയറിനോ ഏജന്റിനോ കാരിയറിനോ അത് കൊടുക്കണം. അപ്രോപ്രിയേഷൻ മെയ്ഡ് ബൈ സെല്ലർ വിത്ത് കൺസെന്റ് ഓഫ് ബയർ. ബയറിന്റെ കൺസെന്റോടെ വേണമെങ്കിൽ എന്തെങ്കിലും അപ്രോപ്രിയേഷൻ ചെയ്യാം. ഓർ ബൈ ബയർ വിത്ത് കൺസെന്റ് ഓഫ് സെല്ലർ. അസെന്റ് മേ ബി ഗീവൻ. അസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം. അപ്രോപ്രിയേഷൻ നടത്തുന്നതിന് മുമ്പോ പിമ്പോ ആവാം. നമ്മൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പഞ്ചസാര എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അദ്ദേഹം ഇട്ട് പാക്കറ്റിലാക്കുന്ന സമയത്ത് കുറച്ച് കൂടിപ്പോയി അല്ലെ ഇന്നിരിക്കട്ടെ, അപ്പൊ പിന്നെ അത് ആ പൈസ ഇപ്പൊ 1 കിലോയ്ക്ക് 25 രൂപയാണെങ്കിൽ കുറച്ച് കൂടിപ്പോയാലും ഒരു 27 രൂപ വാങ്ങിയിട്ട് അതങ്ങ് പാക്ക് ചെയ്തങ്ങ് തരും. അപ്പൊ നമ്മൾ അതങ്ങ് അസെന്റ് ചെയ്യും അല്ലേ, കുറച്ച് 2 രൂപയല്ലേ 3 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. In case of sale on approval, ownership is transferred in following cases. Sale on approval basis. Acceptance of goods by buyer. Acceptance by buyer may be expressed or implied. ബയറിന്റെ acceptance എന്ന് പറയുന്നത് expressed ആവാം, implied ആവാം. When buyer adopts any transaction, it shows that he has accepted the goods. ബയർ എന്തെങ്കിലും ട്രാൻസാക്ഷൻ അഡാപ്റ്റ് ചെയ്യുമ്പം അത് കാണിക്കുന്നത് ആ ട്രാൻസാക്ഷൻ ബയർ ആക്സെപ്റ്റ് ചെയ്തെന്നാണ്. When buyer fails to return the goods within time. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പഞ്ചസാര വീട്ടിൽ കൊണ്ടുവന്നു, പക്ഷെ അത് ആ പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രാണികളുണ്ട് അല്ലെങ്കിൽ നിറച്ച് ഉറുമ്പാണെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ടൈമിനുള്ളിൽ തിരിച്ചു കൊണ്ടുകൊടുക്കണം. അല്ലാതെ അത് പാക്കറ്റ് കൊണ്ടുവച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കലും മാർജിൻ ഫ്രീ സമ്മതിക്കത്തില്ല. ഇനി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കേസ് ഓഫ് റിസർവേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഡിസ്പോസൽ. നോക്കാം എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ള സമയത്ത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. മീനിങ് ഓഫ് റിസർവേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൻഷൻ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ടിൽ സം ലേറ്റർ ഡേറ്റ് ഓർ ടിൽ സം കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. നമ്മളിപ്പോ പഞ്ചസാര എല്ലാം റെഡിയാണ്, പൈസ ടേബിളിൽ വെച്ചാലല്ലേ പഞ്ചസാര കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് റൈറ്റ് റിസർവേഷൻ എന്ന് പറയുന്നത്. അതായത് ആ പൈസ കിട്ടുന്ന കൈ കിട്ടുമ്പോഴാണ് മാർജിൻ ഫ്രീ അതൊക്കെ നമ്മുടെ കയ്യിൽ തരുള്ളൂ. ഇൻ സച്ച് കേസ് ഈവൻ ഇഫ് ഗുഡ് ഹാവ് ബീൻ ഡെലിവേർഡ് ടു ബയർ, the property will not pass to buyer until condition is fulfilled. ഇപ്പം പിന്നെ ഇപ്പൊ കൊണ്ടുപോക്കോ പിന്നെ അത് തന്നാൽ മതി എന്ന് പറഞ്ഞാലും ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ പേയ്മെന്റ് എന്ത് ചെയ്യണം? പേയ്മെന്റ് നടത്തിയാൽ മാത്രമാണ് ഏതൊരു സെയിലും ഫുൾഫിൽഡ് ആവുള്ളൂ. കേസസ് ഓഫ് റിസർവേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഡിസ്പോസൽ ബൈ സെല്ലർ ഓഫ് ഗുഡ്സ് എങ്ങനെയാണ്?
ടേക്കിംഗ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് റിസർവേഷൻ ഫോർ റൈറ്റ് ഓഫ് ഡിസ്പോസൽ സെല്ലറിന് വന്നു ചേരുന്നത്? ടേക്കിംഗ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഇൻ ഹിസ് ഓൺ നെയിം, അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ തന്നെ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏജന്റിന്റെ പേരിലും എടുക്കാം. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ കിട്ടാനുള്ള പൈസയ്ക്ക് നമ്മൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബയറിന് അയക്കുക. വിത്ത് document of title taken in buyer's name. In such case, seller is presumed to have reserved his right. നമ്മൾ അതിന്റെ മുകളിലുള്ള റൈറ്റ് നമ്മൾ റിസർവ് ചെയ്യാൻ, മാർജിൻ ഫ്രീ റിസർവ് ചെയ്യാൻ, കാരണം നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടില്ല. ഓണർഷിപ്പ് will not transfer to buyer till he ownership he accept the bill of exchange or pay price. ഇനി പാസിംഗ് ഓഫ് റിസ്ക് സെക്ഷൻ 26ലാണ് ജനറൽ റൂൾ ഉണ്ട്. റിസ്ക് പാസസ് വിത്ത് ഓണർഷിപ്പ്. റിസ്ക് ഓണർഷിപ്പിന്റെ കൂടെയാണ് പാസ് ആവുന്നത്. ലോസ് ഷുഡ് ബോൺ ബൈ ദ ഓണർ ഓഫ് ഗുഡ്സ്. ലോസ് ബോൺ ചെയ്യുന്നത് ഗുഡ്സിന്റെ ഓണർ ആയിരിക്കണം. ആക്ച്വൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഇസ് ഇമ്മെറ്റീരിയൽ ഫോർ പാസിംഗ് ഓഫ് റിസ്ക്. റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആക്ച്വൽ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് തന്നെ വേണമെന്നില്ല. ബയ്യർ വാങ്ങിച്ചിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അപ്പുറത്ത് പോയിട്ട് എടുത്തോണ്ട് വരാം എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാലും ബയ്യറിന് തന്നെയാണ് റിസ്ക്. This reveals that goods are at risk of seller if ownership has not been transferred to buyer. ഓണർഷിപ്പ് ബയ്യറിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ റിസ്ക് സെല്ലറിന്റെ കയ്യിലാണ്. ഗുഡ്സ് ആർ അറ്റ് റിസ്ക് ഓഫ് ബയ്യർ ഇഫ് ഓണർഷിപ്പ് ബയ്യറിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾക്ക് റിസ്ക് ബയ്യറിന്റെ കയ്യിൽ തന്നെയാണ്. ഇനി എക്സംഷൻ ടു ദിസ് സെക്ഷൻ 26 ഉണ്ട്. Agreement between the parties. Risk and ownership may be separated by agreement between the parties. പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ബേസിസിൽ നമുക്ക് റിസ്ക് ഓണർഷിപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. Goods are at the risk of party in default. If delivery of goods is delayed due to fault of either സെല്ലറിന്റെയോ ബയ്യറിന്റെയോ കുറ്റം കാരണമാണ് ഡെലിവറി താമസിച്ചതെങ്കിൽ then goods shall be at the risk of party in default. സെല്ലർ ആണോ ബയ്യർ ആണോ ഏതാളാണ് ഈ ഡിഫാൾട്ട് വരുത്തിയത് അയാൾക്ക് റിസ്ക് പാസ് ചെയ്യും. ട്രേഡ് കസ്റ്റം, ഇവരുടെ ട്രേഡ് കസ്റ്റം അനുസരിച്ച് ഈ ട്രാൻസാക്ഷനിൽ ഇപ്പോൾ സെല്ലർ ആണ് റെഗുലർ ആയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ സെല്ലറിന് കിട്ടും, അല്ലെങ്കിൽ ബയ്യർ എങ്ങനെയാണ് ട്രേഡ് കസ്റ്റം അതനുസരിച്ചായിരിക്കും അത് അവർ നോക്കുക, അല്ലെങ്കിൽ റിസ്ക് ഹാൻഡിൽ ചെയ്യുക. Stipulation agreement as to time. Section 11. Time of payment of price. Not essential to contract of sale unless otherwise agreed. ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിലിൽ ടൈം കോൺട്രാക്റ്റിൽ പറഞ്ഞാൽ മാത്രമാണ് അത് അവിടെ എസെൻഷ്യൽ ആയിട്ട് വരിക. ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് കോൺട്രാക്ട് ഓഫ് സെയിലിൽ അതിൽ പറയും, അത് എസെൻഷ്യൽ ആയിട്ട് ഡെലിവറി ഓഫ് ഗുഡ്സിന്റെ ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഇസ് എസെൻഷ്യൽ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് പ്രൈസ് ഡെലിവറി ഏത് സമയത്തെന്ന് പറയും, പക്ഷെ പേയ്മെന്റ് എപ്പോൾ ചെയ്യണം എന്നുള്ളത് കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അല്ലാതെ നോർമൽ ആയിട്ടുള്ള റീസണബിൾ ടൈമിൽ പേയ്മെന്റ് നടത്തണം. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ആൻഡ് ഡോക്യുമെന്റ് ഷോയിങ് ടൈറ്റിൽ. ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ shows an unconditional undertaking to deliver goods to your holder. ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻ ഇല്ലാത്ത അണ്ടർടേക്കിംഗ് ആണ് എന്താണ് ഗുഡ്സ് ഹോൾഡറിനെ ഡെലിവർ ചെയ്യാനുള്ളത്. Document of title. Any document used as proof of possession, control of goods, which authorizes possessor of document to receive or transfer of specific goods. ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഗുഡ്സ് ഉണ്ടെന്നുള്ള ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസിഷൻ ഉള്ള ഒരു തെളിവ്. അതുണ്ടെങ്കിൽ നമുക്കത് ആ ഡോക്യുമെന്റ് നമുക്ക് എൻഡോസ് ചെയ്യാൻ, ഡെലിവർ ചെയ്യാൻ, എന്ത് വേണമെങ്കിലും സ്പെസിഫൈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പ്രോപ്പർട്ടിക്ക് ടൈറ്റിലുള്ളപ്പോൾ നമ്മൾ ടൈറ്റിലുണ്ട്, നമ്മുടെ കയ്യിൽ അതിന്റെ ആധാരം ഉള്ളതുപോലെ തന്നെയാണ് ഗുഡ്സിന്റെ മുകളിലുള്ള ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. Person holding document of title is entitled to goods mentioned therein. Note: മെയിൽസ് റിസീപ്റ്റും ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലും രണ്ടാണ്. Document showing title. A person whose name appears on document showing title is entitled to goods and not holder of document showing title. ആ ഡോക്യുമെന്റ് ഷോയിങ് ടൈറ്റിൽ ഏത് പേരാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവകാശപ്പെട്ടതാണ് ആ ഗുഡ്സ്. അല്ലാതെ ആ ഇപ്പൊ നമുക്ക് ഡെലിവറി പോയി ആമസോൺ പോയി ഗുഡ്സ് നമുക്ക് ഡെലിവർ ചെയ്യുന്നു, അപ്പൊ അവന്റെ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ അകത്ത് നമ്മുടെ പേരാണ് എഴുതിയിരിക്കണം. അപ്പൊ ആ ഗുഡ്സ് നമുക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷെ അത് ഡെലിവറി ബോയുടെ കയ്യിൽ ഇരുന്നാലും അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ആണ്. സെക്ഷൻ 27 to 30. ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെമോ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ്. എന്താണ് നെമോ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ്?
Nemo that code non-habit. No one can transfer a better title than he himself has. ആർക്കും അവർക്കില്ലാത്ത ഒരു കാര്യം ആർക്കും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എന്തുണ്ട്, എനിക്ക് എന്ത് ടൈറ്റിൽ ഉണ്ട്, അത് മാത്രമേ എനിക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റൂ. നോ വൺ ക്യാൻ ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ഹി ഹിംസെൽഫ് ഹാസ്. എനിക്കുള്ളതിൽ നിന്നാണ് വേറൊരാൾക്ക് എന്തും കൊടുക്കാൻ സാധിക്കുമോ, അതിന് ഇല്ലാത്തതൊന്നും കൊടുക്കാൻ സാധിക്കത്തില്ല. എ പേഴ്സൺ may sell goods which he owns and then only buyer will get a valid title. ഒരു സെല്ലറിന് ഒരു പേഴ്സണ് ഗുഡ്സ് സെല് ചെയ്യാം, അത് അദ്ദേഹം ടൈറ്റിലുള്ള ആൾക്ക് ആ ഗുഡ്സ് സെല് ചെയ്യാൻ പറ്റും, എങ്കിൽ മാത്രമാണ് ബയ്യറിന് വാലിഡ് ടൈറ്റിൽ കിട്ടുള്ളൂ. ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ബൈ നോൺ ഓണർ ബയ്യർ വിൽ നോട്ട് ഗെറ്റ് എ വാലിഡ് ടൈറ്റിൽ. അപ്പൊ നമുക്ക് സംശയം ഉണ്ട്, അപ്പൊ കടയിലൊക്കെ വെച്ചിരിക്കുന്ന എല്ലാം കടയുടെ ഓണറിന്റെ ആണോ, അത് കമ്പനിക്കാരൻ മാനുഫാക്ചേഴ്സ് കൊണ്ട് സപ്ലൈ ചെയ്യുന്നതല്ലേ, എങ്കിലും അവർ മാനുഫാക്ചേഴ്സിന്റെ ഒരു ഏജന്റ് ആണല്ലോ. Exceptions to above rule ഉണ്ട്. Buyer will get valid title even if non owner അല്ലാത്ത ഒരാളും ഗുഡ്സ് സെല് ചെയ്തു, അത് ബയർ വാങ്ങിച്ച ബയറിന്റെ ടൈറ്റിൽ കിട്ടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെ സിറ്റുവേഷൻ എന്ന് നോക്കാം. Sale by mercantile agent. Buyer who buys goods in good faith without knowing that seller has no authority to sell. സെല്ലറിന് വിൽക്കാൻ ഒരു അതോറിറ്റിയും ഇല്ലെന്ന് അറിയാതെ ഗുഡ് ഫെയ്ത്തിൽ ബയ്യർ ഒരു സാധനം വാങ്ങിച്ച ബയ്യറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും, ഗെറ്റ്സ് എ വാലിഡ് ടൈറ്റിൽ ഈവൻ ഇഫ് മെർക്കന്റൈൽ ഏജന്റ് ഈസ് നോട്ട് ദി ഓണർ ഓഫ് ഗുഡ്സ്. Sale by joint owner. If joint owner must be in possession of goods with the consent of co-owners. Co-owners ഉണ്ടെങ്കിൽ joint owners ഒരാൾക്ക് വേണമെങ്കിൽ പൊസിഷൻ എടുക്കാം. Buyer must buy goods in good faith ലായിരിക്കണം and also without knowledge that the seller has no authority to sell. അപ്പം അതില് ഓണർ ജോയിന്റ് ഓണേഴ്സിൽ ഓണർ ഗുഡ് ഫെയ്ത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പൊ സെല്ലറിന് അതോറിറ്റി ഇല്ലാത്ത കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു, എങ്കിലാണെങ്കിൽ വാലിഡ് ടൈറ്റിൽ ഗുഡ്സ് കിട്ടും. Sale by person in possession of goods under voidable contract. Seller must have obtained possession. ഒരു voidable contract എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചോളം അത് ശരിയാണ്, മറ്റൊരാളെ സംബന്ധിച്ചോളം അത് തെറ്റാണ്. അപ്പൊ voidable contractന് വഴി ഒരു സെല്ലറിന് ഒരു പൊസിഷൻ കിട്ടി. വോയിഡ് കോൺട്രാക്ട് അല്ല, വോയിഡബിൾ കോൺട്രാക്ട്. കോൺട്രാക്ട് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ റിസെൻഡഡ്. ആ കേസിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ടുമില്ല മറ്റേ പാർട്ടി. ദ കോൺട്രാക്ട് ഷുഡ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ വെക്കുന്ന സമയത്ത് കോൺട്രാക്ട് ആക്റ്റീവ് തന്നെയാണ്, ലൈവ് തന്നെയാണ്. ബയ്യർ മസ്റ്റ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹി ഷുഡ് നോട്ട്. ബയ്യർ ഗുഡ് ഫെയ്ത്തിൽ അത് ആക്ട് ചെയ്യുന്നു, ബയ്യറിന് അറിഞ്ഞുകൂടാ സെല്ലറിന് ഇങ്ങനെ ഒരു ഡിഫക്റ്റീവ് ടൈറ്റിലുള്ള കാര്യം, അപ്പൊ ബയ്യറിനെ സംബന്ധിച്ച് വാലിഡ് ആണ്, ടൈറ്റിൽ വാലിഡ് ആണ്. Sale by a seller in possession of goods after their sale. A seller continues have possession of goods after their sale. Sale നടന്നതിന് ശേഷം ഗുഡ്സ് സെല്ലറിന്റെ കയ്യിൽ തന്നെയാണ്. അദ്ദേഹം റീസെയിൽസ് ഗുഡ്സ് ടു ന്യൂ പേഴ്സൺ. പുതിയൊരു ആളെ കണ്ടുപിടിച്ച് ആ ഗുഡ്സ് വീണ്ടും വിൽപ്പന നടത്തി. പുതിയ ആൾ ഗുഡ് ഫെയ്റ്റിലാണ് വാങ്ങിച്ചത്, നേരത്തെ ഇത് സെയിൽ നടന്നതാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പൊ സെക്കൻഡ് ബയ്യർ വിൽ ഗെറ്റ് ദി വാലിഡ് ടൈറ്റിൽ. രണ്ടാമത് വാങ്ങിച്ച ആൾ ഗുഡ് ഫെയ്റ്റിനായതുകൊണ്ട് അദ്ദേഹത്തിന് വാലിഡ് ടൈറ്റിൽ കിട്ടും. Sale by buyer in possession of goods after their sale but before transfer of ownership. സെയിൽ നടന്നതിന് ശേഷം ഗുഡ്സ് ബയ്യർ സെയിൽ ബൈ ബയ്യർ ഇൻ പൊസിഷൻ ഓഫ് ഗുഡ്സ്. ബയ്യറിന്റെ കയ്യിലാണ് എന്തിരിക്കുന്നത്, ഗുഡ്സ് ഇരിക്കുന്നത്. സെയിൽ നടന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, സെയിൽ നടത്തുന്നു. ബിഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ്. ഗുഡ്സ് ആർ സോൾഡ് ബൈ ബിഫോർ ഗെറ്റിംഗ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സിന്റെ ഓണർഷിപ്പ് കയ്യിൽ വരുന്നതിന് മുമ്പ് എന്താണ്, ബയ്യർ ഗുഡ്സ് വിൽക്കുകയാണ്. പൊസിഷൻ വാസ് obtained by such buyer with the consent of seller, but seller has some rights over goods. If buyer sells such goods, the second buyer will get a valid title to goods if he buys them in good faith and without knowledge about the first seller's right over goods. അങ്ങനെ സമയത്ത് നമ്മൾ ഒരു സെയിൽ നടന്നു, ചിലപ്പോൾ ഒരു 500 രൂപയും കൂടെ കൊടുക്കാനുണ്ടായിരിക്കും, അത് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അതിനിടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇത് എടുത്ത് മറിച്ച് വേറൊരാൾക്ക് വിറ്റു. മൂന്നാമത് വാങ്ങിക്കൊണ്ട് പോയ ആൾ ഗുഡ് ഫെയ്റ്റിലാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതുപോലെ ഇവിടെ ഒരു 500 രൂപ കൊടുക്കാൻ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് അറിയാതെ ഗുഡ് ഫെയ്റ്റിലാണ് വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഓക്കെയാണ്, തേർഡ് പാർട്ടിക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൺപെയ്ഡ് സെല്ലർ. പർച്ചേസർ ഓഫ് സച്ച് ഗുഡ്സ് ഗെറ്റ്സ് എ വാലിഡ് ടൈറ്റിൽ. അതായത് ടു ദ ഗുഡ്സ്. സെല്ലറിന് പൈസ കൊടുത്തിട്ടില്ല, പക്ഷെ
അത് വാങ്ങിച്ചോണ്ട് പോകണം. പർച്ചേസർ ഓഫ് സച്ച് ഗുഡ്സ് ഗെറ്റ് എ വാലിഡ് ടൈറ്റിൽ ടു എ ഗുഡ്സ് കിട്ടും. ഫൈൻഡർ ഓഫ് ഗുഡ്സ്, ഈ ഗുഡ്സ് ആർ ഓഫ് പെരിഷിംഗ് നേച്ചർ. ഗുഡ്സ് പെരിഷിംഗ്, മിൽക്ക് പോലത്തെ സാധനങ്ങളാണ്, പെരിഷിംഗ് നേച്ചർ ആണ്. അപ്പം നമുക്ക് കിട്ടാനുള്ള പൈസ, അതായത് നമുക്ക് പൈസ കിട്ടുന്നല്ലോ, ആ ലോഫർ ചാർജസ് 2/3 ഓഫ് വാല്യൂ ഓഫ് ഫൈൻഡർ ആർ നോട്ട് പെയ്ഡ് ബൈ ദ ഓണർ. ഇപ്പൊ പെരിഷറിംഗ് നേച്ചർ ആയിട്ടുള്ള ഗുഡ്സ് ആണ്, അപ്പൊ അത് നമുക്ക് നമ്മുടെ കയ്യിലാണ് കിട്ടിയത്. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും മറ്റു കാര്യത്തിനായിട്ട് നമ്മൾ എടുത്ത ചെലവെന്ന് പറയുന്നത് ഈ ഫുൾ ഗുഡ്സിന്റെ തന്നെ 2/3 വാല്യൂ അതിൽ കൂടുതൽ വരുമ്പോൾ അത് ഇതുവരെ ഓണർ നമുക്ക് പേയ്മെന്റ് നടത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് വിറ്റ ആ പൈസ നമുക്ക് എടുക്കാൻ പറ്റും. സെയിൽ ബൈ എസ്റ്റോപ്പൽ, ട്രൂ ഓണർ ഓഫ് ഗുഡ്സ് ലീഡ്സ് ബയർ ടു ബിലീവ് ദാറ്റ് സെല്ലർ ഹാസ് അതോറിറ്റി ടു സെൽ. ട്രൂ ഓണർ ബയറിനോട് പറയാണ് സെല്ലർ ഹാസ് അതോറിറ്റി ടു സെൽ, then he is stopped from denying seller's authority to sell. ട്രൂ ഓണർ ബയ്യറിന്റെ അടുത്ത് പറയാണ് ആ സെല്ലറിന് അതിന് അതോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതോറിറ്റി ഉണ്ടെന്ന് ഇല്ലെങ്കിലും ഉള്ളതുപോലെ തന്നെയാവും. If buyer buys goods on such belief, later on owner cannot say the seller has no authority to sell. ഇതിന് ഇപ്പൊ ഒരു ട്രൂ ഓണർ പറയാണ് അവന് ഇത് വിൽക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിൽപ്പന നടന്നതിന് ശേഷം പറയാണ് അവനൊരു അധികാരം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ബയ്യറിന് ഗുഡ് ടൈറ്റിൽ കിട്ടും. സെയിൽ ആൻഡ് അതർ ആക്ട്സ്, സെയിൽ ബൈ ഒഫീഷ്യൽ റിസീവർ, ലിക്വിഡേറ്റർ ഓഫ് കമ്പനി, സെയിൽ ബൈ പോണിയൊക്കെ നടക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ബയ്യറിന് ഗുഡ് ടൈറ്റിൽ തന്നെ കിട്ടും. അടുത്ത നോക്കാൻ പോണത് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് ഇറ്റ്സ് മോഡ്സ് ആണ്. വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ബൈ വൺ പേഴ്സൺ ടു അനദർ. വോളണ്ടറി ആയിട്ട് നമുക്ക് ഗുഡ്സ് ഒരു പേഴ്സണിന് അടുത്ത പേഴ്സണിലേക്ക് കൊടുക്കാം. ആക്ച്വൽ ഡെലിവറി ഉണ്ട്. ഗുഡ്സ് ഫിസിക്കലി നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴാണ് അത് ആക്ച്വൽ ഡെലിവറി ആവുന്നത്. കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവുന്നത് എങ്ങനെയാണ്? അവിടെ ചേഞ്ച് ഇൻ കസ്റ്റഡി ഇല്ല, പൊസഷൻ റിമൈൻസ് വിത്ത് ദ സെയിം പേഴ്സൺ. കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞാൽ പൊസഷൻ ആ ഇരിക്കുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്, അത് മാറുന്നില്ല. ആസ് ഇൻ കേസ് ഓഫ് ഡെലിവറി ബൈ അറ്റോൺമെന്റ് അല്ലെങ്കിൽ അക്നോളജ്മെന്റ് ബൈ ഡെലിവറി ആവുന്നതേ ഉള്ളൂ. സിംബോളിക് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആർ നോട്ട് ആക്ച്വലി ഡെലിവേർഡ് ബട്ട് ഡെലിവേർഡ് ബൈ ഇൻഡിക്കേഷൻ ഓർ സിമ്പിൾ മെയ്ഡ് വെൻ ഗുഡ്സ് ആർ ബൾക്കി ഓർ ഇൻകേപ്പബിൾ ഓഫ് ആക്ച്വൽ ഡെലിവറി. സാധ്യമാവാത്ത രീതിയിൽ നമ്മൾ ഇൻഡിക്കേഷനോ സിമ്പിളോ വെച്ച് ഡെലിവറി ചെയ്ത പോലെ കാണിക്കുന്നു എന്നതാണ് സിംബോളിക് ഡെലിവറി. ചിലപ്പോൾ അത് ആ ആൾക്ക് മറച്ചു വിൽക്കാനുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അതിന്റെ ആവശ്യമില്ല, അത് അദ്ദേഹം ചിലപ്പോൾ വേറൊരാൾക്ക് വിൽക്കാൻ ഉദ്ദേശിച്ച് കൈമാറി പോകാനുള്ളതായിരിക്കും. അപ്പൊ അത് ഇവിടെ തന്നെ ഇരിക്കും, ഈ ഓണർഷിപ്പ് മാത്രമേ ട്രാൻസ്ഫർ ആവുള്ളൂ. Demand for delivery. It is a duty of buyer to ask for delivery of goods and seller should be ready to give delivery of goods. Seller is not liable if buyer has not demanded. ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു അൽമറ വാങ്ങിച്ചു, അൽമറ വീട്ടിൽ കൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ മാത്രമാണ് സെല്ലർ അത് വീട്ടിൽ കൊണ്ട് തരുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും വീട്ടിൽ കൊണ്ട് തരത്തില്ല. അത് അവിടെ വെച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തോണം. Time for delivery. If time is specified in the contract, കോൺട്രാക്റ്റിലെ ടൈം സ്പെസിഫൈഡ് ആണെങ്കിൽ വിത്തിൻ സമയത്തിനുള്ളിൽ ഡെലിവറി നടത്തും. ടൈം ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റീസണബിൾ ടൈമിൽ അലമാരി വാങ്ങിച്ച് 2 ദിവസത്തിനകം അത് വീട്ടിലെത്തും. എക്സ്പെൻസസ് ഓഫ് ഡെലിവറി. എക്സ്പെൻസസ് ഓഫ് പുട്ടിംഗ് ഗുഡ്സ് ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ് മസ്റ്റ് ബി ബോൺ ബൈ സെല്ലർ. അപ്പൊ അതിനെ പാക്ക് ചെയ്ത് ഓട്ടോയിലൊക്കെ കയറ്റി ഇങ്ങോട്ട് അയക്കുന്നതിന്റെ എക്സ്പെൻസ് സെല്ലറാണ് ബോൺ ചെയ്യുക. എക്സ്പെൻസ് ഓഫ് റിസീവിംഗ് ഗുഡ്സ്. ഈ ഗുഡ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് യൂണിയൻകാരെ വിളിച്ച് ഇത് ഇറക്കുന്നതിന്റെ ചെലവ് ബയ്യറും. Effect of part delivery. If delivery is of huge quantity, it is delivered in parts. ഇപ്പൊ സെക്ഷൻ 34 അത് പറയുന്നത് പാർട്ട് ഹ്യൂജ് ക്വാണ്ടിറ്റി ആണെങ്കിൽ പാർട്ട് ബൈ പാർട്ട് ആയിട്ടായിരിക്കും ഡെലിവറി ചെയ്യാം. If part delivery is made in progress of whole delivery, treated as a delivery of whole and ownership of whole quantity is transferred. If part delivery is made with the intention of separating it from whole, not treated as delivery of whole. വലിയ ബൾക്ക് ഓർഡർ ആണെങ്കിൽ പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇൻസ്റ്റാൾമെന്റ്. ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡെലിവറി ഇൻ ഇൻസ്റ്റാൾമെന്റ്. ബയറിന് ഒരു അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്
ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. അതൊക്കെ കോൺട്രാക്ട് ബേസിൽ ആദ്യം എങ്ങനെ പറഞ്ഞിരുന്നോ അതനുസരിച്ച് അവർക്ക് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഇഷ്ടം അനുസരണം ആ ഡെലിവറി വാങ്ങാം. ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റി, ഷോർട്ട് ഡെലിവറി ഓഫ് നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയെക്കാട്ടിലും കുറച്ച് ക്വാണ്ടിറ്റിയാണ് അവർ തന്നിരിക്കുന്നത് എങ്കിൽ ബയ്യറിന് ഒന്നെങ്കിൽ അത് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത്രയും ആക്സെപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളതിന് ഡാമേജസ് ക്ലെയിം ചെയ്യാം. എക്സസ് ആയിട്ട് ഡെലിവറി തരികയാണെങ്കിൽ ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തം ക്വാണ്ടിറ്റി റിജക്ട് ചെയ്യുക. ആക്സെപ്റ്റ് ഹോൾ ഗുഡ്സ് ആൻഡ് അല്ലെങ്കിൽ ഹോൾ ഗുഡ്സ് വാങ്ങിച്ചിട്ട് എക്സസ് ആയിട്ടുള്ള ഗുഡ്സിന് അഡീഷണൽ പേയ്മെന്റ് കൊടുക്കാം. മിക്സഡ് ഡെലിവറി, കോൺട്രാക്റ്റഡ് ഗുഡ്സ് പ്ലസ് ഗുഡ്സ് വിത്ത് ഡിഫറെന്റ് ഡിസ്ക്രിപ്ഷൻ ആണ് മിക്സഡ് ഡെലിവറി എന്ന് പറയുന്നത്. ബയ്യർ മേ ആക്സെപ്റ്റ് കോൺട്രാക്റ്റഡ് ഗുഡ്സ് ഓർ റിജക്ട് ഹോൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോൺട്രാക്റ്റഡ് ഗുഡ്സ് ആണ്, ഡിഫറെന്റ് ഡിസ്ക്രിപ്ഷൻ ആണ്, ഒന്നെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. വേർ ഇൻ കേസ് ഓഫ് ഷോർട്ട് ഓർ എക്സസ് ബയ്യർ റിജക്ട് ഹോൾ ക്വാണ്ടിറ്റി, കോൺട്രാക്റ്റേഴ്സ് മീൻസ് നോട്ട് ട്രീറ്റഡ് ആസ് ക്യാൻസൽഡ്. ഇപ്പം അതായത് ഇപ്പൊ ഒരു ക്വാണ്ടിറ്റി നമ്മൾ 100 കിലോഗ്രാം ചോദിച്ചിട്ട് അത് 99 101 ആയി പോയി എന്ന് പറഞ്ഞ് നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തൊന്നും ആവില്ല. സെല്ലർ ഹാസ് ദ റൈറ്റ് ടു റെൻഡർ ഗുഡ്സ് അഗെയിൻ ആൻഡ് ബയ്യർ ഈസ് ബോണ്ട് ടു ടേക്ക്. അപ്പൊ സെല്ലറിന് വേണമെങ്കിൽ ഇന്ന് റൈറ്റ് ഉണ്ട്, അത് 100 കിലോഗ്രാം കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് അയക്കാനുള്ള എല്ലാ റൈറ്റും സെല്ലറിനുണ്ട്, അത് വാങ്ങാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. ഡെലിവർ ടു കാരിയേഴ്സ് ഫിസിക്കൽ ട്രീറ്റഡ് ആസ് ഡെലിവറി ടു ബയ്യർ. നമ്മൾ ഓട്ടോക്കാരനെ അവരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നതായിട്ടാണ് സെല്ലർ കാണുക. ഡ്യൂറേഷൻ ഓഫ് ഗുഡ്സ് ഡ്യൂറിംഗ് ട്രാൻസിറ്റ് ഷാൽ ബി ബോൺ ബൈ ബയ്യർ. ട്രാൻസിറ്റ് നടക്കുന്ന സമയത്ത് വല്ല തട്ടിലും മുട്ടിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കുറച്ച് പെയിന്റ് ഒക്കെ ഇളകിയിട്ടുണ്ടെങ്കിൽ ബയ്യർ തന്നെ വഹിക്കണം. Acceptance of delivery of goods. Buyer is said to accept delivery of goods when he informs seller that he has accepted the goods. Buyer is said to എപ്പോഴാണ് ഡെലിവറി അല്ലെങ്കിൽ ഗുഡ്സ് ബയ്യർ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? ബയ്യർ സെല്ലറിനെ അറിയിക്കുകയാണ് അതിന്റെ ആക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ അഡോപ്റ്റ്സ് എനി ട്രാൻസാക്ഷൻ ഓൺ ഗുഡ്സ്. ആ ഗുഡ്സ് വന്ന് നമ്മൾ വേറൊരു ട്രാൻസാക്ഷൻ ആ ഗുഡ്സ് വെച്ച് തന്നെ നടത്തുന്നു, അല്ലെങ്കിൽ സെല്ലറിനെ ഇതിന്റെ കംപ്ലൈൻസ് ഒന്നും പറയാതെ റിജക്ട് ചെയ്യാതെ നമ്മൾ മിണ്ടാതെ ഇരുന്നാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് തന്നെ ആകും. ഇനി അടുത്ത കണ്ടീഷൻസ് ആൻഡ് വാറന്റീസ് ആണ്. Condition: a stipulation which is essential to main purpose of the contract. Main purpose of the contract ന്റെ ഒരു stipulation ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ നമ്മൾ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ടു ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റും ഉണ്ടാവും. വാറന്റി: a stipulation which is collateral, main purpose collateral ആയിട്ടുള്ള ഒരു stipulation ആണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കോൺട്രാക്ട് ആണ് വാറന്റി. ബ്രീച്ച് ഓഫ് വാറന്റി വന്നു കഴിഞ്ഞാൽ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും, പക്ഷെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഡാമേജസ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. വാറന്റി ബ്രീച്ച് ചെയ്താൽ, പക്ഷെ കണ്ടീഷൻ ബ്രീച്ച് ചെയ്താൽ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യാം, ഡാമേജസും ക്ലെയിം ചെയ്യാം. കണ്ടീഷൻസ് ആൻഡ് വാറന്റീസ് മേ ബി എക്സ്പ്രസ്ലി അത് ഒന്നെങ്കിൽ കോൺട്രാക്റ്റിൽ എക്സ്പ്രസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ലോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഫോളോ ചെയ്യണം. In following cases, conditions can be treated as warranty and can claim damages. Voluntary waiver of a condition by buyer. Buyer voluntary ആയിട്ട് ഒരു കണ്ടീഷൻ വേവ് ചെയ്തു. Okay, അല്ലെങ്കിൽ where buyer elects to treat the breach of condition as the breach of warranty. Buyer ഒരു breach of condition breach of warranty ആയിട്ട് കണ്ടു. Contract divisible അല്ല, indivisible ആണ്. Buyer has accepted either whole or part. If there exists any impossibility of performance വന്നു, അപ്പം സെല്ലറിന് പിന്നെ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഫോളോയിങ് കണ്ടീഷനെ വാറന്റി ഇതായിട്ട് കണ്ട് നമുക്ക് ഡാമേജസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. വാറന്റിയിൽ നമുക്ക് ഡാമേജസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കണ്ടീഷനിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഡാമേജസും ക്ലെയിം ചെയ്യാം. പക്ഷെ ഈ പറയുന്ന കണ്ടീഷൻസിൽ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതായത് ബയ്യർ കണ്ടീഷൻ വേവ് ചെയ്ത് കളഞ്ഞു, കുറച്ച് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഡിവിസിബിൾ അല്ലാത്ത ഒരു ഗുഡ്സിന്റെ ഹോളോ പാർട്ടോ ബയ്യർ ആക്സെപ്റ്റ് ചെയ്ത് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സെല്ലറിനൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബയ്യറിന് വേണ്ടി ഡാമേജസ് ക്ലെയിം ചെയ്യാം. Implied warranty, quiet possession. If buyer is distributed in enjoyment, he can sue seller. If buyer is disturbed in enjoyment,
അതായത് ആ ഒരു പ്രോഡക്റ്റ് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ഉള്ള എല്ലാ റൈറ്റിനും എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റാതെ വരിക ബയറിന്, അങ്ങനെയാണെങ്കിൽ സെല്ലറിനെ സ്യൂ ചെയ്യാം. അതാണ് ക്വൈറ്റ് പൊസിഷൻ. നോൺ എക്സിസ്റ്റന്റ് ആസ് ടു എൻകംബറൻസസ് or charges of third party on goods, disclose dangerous nature of goods, warn buyer of probable damages, quality and fitness by usage of trade. ഇംപ്ലൈൻഡ് വാറന്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഒരു ബയർ വാങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇതിന്റെ ഹാംഫുൾ എഫക്ട്സ്. ഇപ്പം സ്റ്റേ അവേ ഫ്രം, കീപ് അവേ ഫ്രം ചിൽഡ്രൻ അല്ലെ, അങ്ങനത്തെ ഉള്ള കാര്യം, ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി അവർക്ക് അത് ഒന്നെങ്കിൽ അതിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്തിരിക്കുക. അതാണ് ഇംപ്ലൈഡ് വാറന്റി. ഇംപ്ലൈഡ് കണ്ടീഷൻ. കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. ഈ സെല്ലറിന്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണ് എങ്കിൽ ബയ്യർ മസ്റ്റ് റിട്ടേൺ ഗുഡ്സ് ടു ട്രൂ ഓണർ ആൻഡ് റിക്കവർ പ്രൈസ് പേ ടു സെല്ലർ. ഇപ്പൊ സെല്ലറിന്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബയ്യർ ആ ഗുഡ്സ് ട്രൂ ഓണറിന് തിരിച്ചു കൊടുത്തതിന് ശേഷം ആ സെല്ലറിന്റെ കയ്യിൽ നിന്ന് ആ പൈസ തിരിച്ചു വാങ്ങുക. സെയിൽ ബൈ ഡിസ്ക്രിപ്ഷൻ. ഗുഡ്സ് സോൾഡ് ബൈ ഡിസ്ക്രിപ്ഷൻ ഷുഡ് കറസ്പോണ്ട് ടു ഡിസ്ക്രിപ്ഷൻ. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വൽ സെയിം ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഗുഡ്സിന്റെ ക്വാളിറ്റിയും ഉണ്ടായിരിക്കണം. സെയിൽ ബൈ സാമ്പിൾ. ആദ്യം സാമ്പിൾ ആണ് നമുക്ക് തന്നെങ്കിൽ നമുക്ക് വന്ന ഫൈനൽ ഗുഡ്സിനും സാമ്പിളിന് അതായത് മാച്ചിങ് ആയിട്ടുള്ള അതേ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം. Condition as to quality and fitness. Ordinarily, there is no implied condition as to quality and fitness, but if buyer has informed the seller about his requirement and relied upon his skill and judgment, there is an implied condition that it should be fit for buyer's requirement. നമ്മളിപ്പോൾ എന്തെങ്കിലും സ്കിൽ ആൻഡ് ജഡ്ജ്മെന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ്, ഒരു പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സ്കിൽ ആൻഡ് ജഡ്ജ്മെന്റിനെ നമ്മൾ ബേസ് ചെയ്ത് വിശ്വാസത്തിലാണ് നമ്മൾ ഒരു കാര്യം ഏൽപ്പിക്കുന്നെങ്കിൽ അത് ബയ്യറിന് ഫിറ്റ് ആയിരിക്കണം, അല്ല ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. The implied condition is not applicable if goods are being sold under ട്രേഡ് മാർക്കിലോ പാറ്റേണിലോ വാങ്ങുന്നതാണെങ്കിൽ ഇല്ല. ഇപ്പൊ നമ്മളൊരു ടീഷർട്ട് വാങ്ങാന്നിരിക്കട്ടെ, അത് നമ്മൾ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടണം, ഫിറ്റ് ആയിരിക്കണം. പക്ഷെ ട്രേഡ് മാർക്കിന് ഒരു ടീഷർട്ട് പോയി നമ്മൾ എടുത്തിട്ട് കാരണം ഇത് എനിക്ക് ഫിറ്റ് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബയ്യർ ബിവെയർ ഓഫ്. ഓക്കെ. ഹോൾസംനെസ്. ഈറ്റബിൾസ് ആൻഡ് അതർ പ്രൊവിഷൻസ് ഗുഡ്സ് ഷുഡ് ബി ഹോൾസംനെസ്. അപ്പൊ നമ്മൾ ആഹാര സാധനങ്ങളാണ് വാങ്ങണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പച്ചക്കറികളൊക്കെ. കണ്ടീഷൻ ആസ് ടു മെർച്ചന്റബിലിറ്റി. മെർച്ചന്റബിലിറ്റി മീൻസ് ഗുഡ്സ് ആർ കൊമേഴ്ഷ്യലി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതും ആ പർപ്പസിന് യോജ്യമായിട്ടുള്ളതായിരിക്കണം. അടുത്ത് caveat emptor. Let the buyer beware. Duty of the buyer to choose suitable goods for himself. It is not the seller obligation. നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, സെല്ലറിന്റെ ഉത്തരവാദിത്തമല്ല. If buyer makes a bad choice, നമ്മളൊരു ബാഡ് ചോയ്സ് എടുത്തിട്ട് സെല്ലറിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് caveat emptor എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് എക്സംഷൻ ഉണ്ട്. ഫിറ്റ്നസ് ആസ് ടു ക്വാളിറ്റി ഓഫ് യൂസ്. When buyer informs seller his requirement and relies on seller's skill, there is implied condition that goods supplied by seller shall be fit for the purpose of buyer. നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഇന്നതാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സെല്ലറിന്റെ സ്കില്ലിനെ വിശ്വസിച്ചാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ട്രെയിൻ യൂസേജ്. സെയിൽ ബൈ സാമ്പിൾ ആണെങ്കിൽ ആ സാമ്പിളിനനുസരിച്ചുള്ളതായിരിക്കും പ്രോഡക്റ്റ് നമുക്ക് തരുന്നത്. മെർച്ചന്റബിൾ ക്വാളിറ്റി ആയിരിക്കണം. സെല്ലർ മേക്സ് ഫ്രോഡ് ഓർ കൺസീവ്സ് ഡിഫക്റ്റ് ഇൻ ഗുഡ്സ്. സെല്ലർ ഫ്രോഡ് നടത്തുകയോ ഗുഡ്സിന്റെ ഡിഫക്റ്റ് മറച്ചു വെക്കുകയോ ചെയ്താൽ doctrine of caveat emptor will not be applicable. Such a contract shall be voidable at the option of buyer. But if buyer can discover defect by order, അപ്പോൾ സാധാരണ ഒരു കോമൺ സെൻസിൽ ആ ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ doctrine of caveat emptor ആപ്ലിക്കബിൾ ആവും. അടുത്ത ഓപ്ഷൻ സെയിൽ. Sale is complete when auctioneer announces its completion by the fall of hammer. Customary 1 2 3 എന്ന് പറഞ്ഞ് ഹാമർ വെച്ച് 1 2 3 പറയുന്നതാണ്. Advertisement to sell goods by auction is an invitation to offer. കടയുടെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഗുഡ്സ് വെച്ചിരിക്കുന്നതാണ് ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്. Right to refuse bid. Auctioneer can refuse to accept even in highest bid because
bid is only an offer which may or may not accepted is an unlawful act. ഈ ഓപ്ഷന് വേണമെങ്കിൽ ബിഡ് ഹയസ്റ്റ് ബിഡ് റെഫ്യൂസ് ചെയ്യാം, അതിപ്പോൾ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ. ഓക്കെ, കാരണം ബിഡ് എന്ന് പറയുന്നത് ഒരു ഓഫർ മാത്രമാണ്. റൈറ്റ് ടു വിഡ്രോ ബിഡ്, ബിഡർ ഹാവ് ദ പവർ ടു വിഡ്രോ ബിഡ് ബിഫോർ ദ കംപ്ലീറ്റ്. ഈ ഹാമർ മൂന്നാമത്തെ പ്രാവശ്യം അടിക്കുന്നതിന് മുമ്പ് ബിഡ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. ദിസ് ഓഫർ ക്യാൻ ബി റിവോൾവ് ബിഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ്. റിസർവ് പ്രൈസ്, സെയിൽ ക്യാൻ ബി സബ്ജക്ട് ടു റിസർവ് പ്രൈസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ 40 ലക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ മാത്രമേ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ലക്ഷത്തിന് മുകളിൽ ബിഡ് വന്നാൽ മാത്രം വിറ്റാൽ മതി. സെയിലിംഗ് ലോട്ട്, ഈച്ച് ലോട്ട് ഈസ് ഡീംഡ് ആസ് സബ്ജക്ട് മാറ്റർ ഓഫ് സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓക്കെ, ഓരോ ലോട്ടും സെപ്പറേറ്റ് സെയിൽ ആയിട്ട് നമ്മൾ കാണും. Seller's right to bid, seller can reserve a right to bid at auction. Notify other buyers. Seller can right to bid at auction reserve ചെയ്ത് വെച്ചിട്ട് മറ്റ് ബയേഴ്സിനെ അറിയിക്കാം. One puffer, a seller can appoint only one puffer to raise the bid. ഒരു പഫറിനെ അപ്പോയിന്റ് ചെയ്തിട്ടാണ് ബിഡ് റേസ് ചെയ്യാൻ അനുവദിക്കുന്നത്. Voidable sale, if seller makes use of pretended bidding to, ഇപ്പോൾ കള്ളത്തരം കാണിച്ച് pretended bidding നടത്തി പ്രൈസ് റൈസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ച് കള്ളത്തരത്തിൽ 50 ലക്ഷം തൊട്ട് നീ പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞ് കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ ആ സെയില് വോയിഡബിൾ ആയി മാറും. ഡംപിംഗ്, ഇറ്റ് ഇന്റൻഡഡ് ടു ഡിസ്കറേജ് ബിഡേഴ്സ് ഫ്രം ബിഡിംഗ് ഈസ് അൺലോഫുൾ. ബിഡേഴ്സിൽ നിന്ന് ബിഡ് ചെയ്യുന്നതിന് ഡിസ്കറേജ് ചെയ്യുന്നത് അൺലോഫുൾ ആണ്. Knockout arrangement, a knockout arrangement between bidders not to bid against each other is lawful unless it is made to defraud a third party. ഒരു അറേഞ്ച്മെന്റിന്റെ ബിഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഡ് ചെയ്യണ്ട എന്നുള്ള അറേഞ്ച് ചെയ്യാണ്, പക്ഷെ അതൊരു തേർഡ് പാർട്ടീനെ ഡീഫ്രോഡ് ചെയ്യാനാണെങ്കിൽ അൺലോഫുൾ ആയി മാറും. Liabilities of auctioneer, if auctioneer had no authority to sell goods, if there is a defect, അപ്പൊ ഗുഡ്സിന് സെൽ ചെയ്യാൻ അതോറിറ്റി ഇല്ലാതെ എങ്ങനെ ഒരു ഓപ്ഷണർ ഗുഡ്സ് സെൽ ചെയ്യാൻ സാധിക്കും? If there is a defect in principal's title, if auctioneer refuses to give possession on payment of price കൊടുത്തിട്ടും ഓപ്ഷണർ ഗുഡ്സ് കൊടുക്കാതിരിക്കുക. If buyer's possession is disturbed by his principal, ബയ്യറുടെ പൊസിഷൻ കിട്ടിയതിന് ശേഷം ബയ്യറിനെ വന്ന് പ്രിൻസിപ്പൾ വന്ന് ശല്യം ചെയ്യുക, അതൊക്കെ നമുക്ക് സ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ബയ്യറിന് ഫുൾ ടൈറ്റിൽ കിട്ടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അടുത്ത അൺപെയ്ഡ് സെല്ലർ ആണ്. Follow price is not paid or check bounced. Price മൊത്തത്തിൽ അടച്ചിട്ടില്ല അല്ലെങ്കിൽ കൊടുത്ത ചെക്ക് ബൗൺസ് ആയി പോയി. If buyer has tendered price and seller refuses to accept it, seller loses all rights of unpaid seller. Buyer price tender ചെയ്ത് പക്ഷെ seller അത് refuse ചെയ്ത് seller loses all rights of unpaid seller. ഇനി റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. എ, റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സ്, റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ടു റീറ്റെയിൻ പൊസിഷൻ, പൊസിഷൻ സ്വന്തം പേരിലാക്കി വെക്കാം, ഫുൾ പേയ്മെന്റ് കിട്ടുന്നത് വരെ ഗുഡ്സ് കൊടുക്കാതിരിക്കാം. ഗുഡ്സ് ഹാവ് നോട്ട് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ് ആയി, ക്രെഡിറ്റിന് കൊടുത്തല്ലാത്ത പക്ഷം. ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റിന് കൊടുത്തതാണ് പക്ഷെ ക്രെഡിറ്റ് പീരീഡ് എക്സ്പയറി ആയിപ്പോയി. ബയ്യർ ഇൻസോൾവെന്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ ഗുഡ്സ് വേണമെങ്കിൽ ഓണറിന് സെല്ലറിന് പിടിച്ചു വെക്കാം. എത്ര പേയ്മെന്റ് ഓഫ് പ്രൈസിന് എത്ര എമൗണ്ട് ആണ് എനിക്ക് കിട്ടാനുള്ളൂ ആ പ്രൈസിന് വേണ്ടി മാത്രമാണ് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും, അതിനപ്പുറമാണ് നമ്മൾ തിരിച്ചു കൊടുക്കണം. അൺപെയ്ഡ് സെല്ലർ ലോസസ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് അൺപെയ്ഡ് സെല്ലറിന് ലീൻ നഷ്ടപ്പെടുന്നത്? ഗുഡ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ടു ബയർ, ഗുഡ്സ് ബയറിന് ഡെലിവർ ചെയ്യുന്നു. ബയർ ഹാസ് ലോഫുള്ളി ഒബ്റ്റെയിൻഡ് പൊസിഷൻ ഓഫ് ഗുഡ്സ്, ടെൻഡർ ഓഫ് പ്രൈസ് ബൈ ബയർ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് സെല്ലറിന് ഈ ലീൻ എന്നുള്ള ലീൻ വെക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത്? ഓൾറെഡി ഡെലിവേർഡ് ടു ബയ്യറിന് ഗുഡ്സ് കൊടുത്തുപോയി, ലോഫുള്ളി പൊസിഷൻ ബയ്യർ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു, ടെൻഡർ ഓഫ് പ്രൈസ് ബൈ ബയ്യർ, അല്ലെങ്കിൽ സെല്ലർ തന്നെ എന്തൊക്കെയോ റൈറ്റ് വേവ് ചെയ്ത് കൊടുത്തിരുന്നു, ബയ്യർ സ്റ്റോപ്പർ. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ക്യാൻ ബി എക്സൈസ് ഇൻ ദ ഫോളോയിങ് കേസസ്. ബയ്യർ ഇൻസോൾവെന്റ് ആയി അറിഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ബയ്യറിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചെടുക്കാം.
Goods are in the forms of transit. Goods travel ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If goods are rejected by buyer, goods rejected buyer reject ചെയ്ത് and carrier continue to have possession of goods, then transit does not come to end. Goods buyer goods reject ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. Termination of right of stoppage in transit. If interception by the buyer അല്ലെങ്കിൽ carrier's acknowledgement to the buyer, carrier's wrongful refusal to deliver the goods to the buyer. ടെർമിനേഷൻ റൈറ്റ് ഓഫ് സ്റ്റോപ്പ് ഓൾറെഡി ബയ്യറിന്റെ ഏജന്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ ബയ്യറിന്റെ കയ്യിൽ എത്തി അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്രെയിനിൽ ഗുഡ്സ് വന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷൻ മാസ്റ്ററിന്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ല. ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗുഡ്സ് ട്രെയിനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലറിന് തിരിച്ചെടുക്കാം. പക്ഷെ അത് സ്റ്റേഷനിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ ബയ്യറിന്റെ ഒരു ഏജന്റ് ആണ്. ബയ്യറിന്റെ ബിഹാഫിലാണ് അത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റില്ല. റൈറ്റ് ഓഫ് റീസെയിൽ. ഗുഡ്സ് ആർ പെരിഷബിൾ നേച്ചർ ആണെങ്കിൽ പെരിഷബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീസെയിൽ ചെയ്യാം ബയ്യറിനോട് പറയാതെ. ബയ്യർ ഡസ് നോട്ട് പേ ദ പ്രൈസ്. ബയ്യർ പ്രൈസ് ഒന്നും തന്നില്ലെങ്കിൽ ബയ്യറിന് നോട്ടീസ് കൊടുത്ത് പൈസ തരാൻ പറയണം. If seller resales goods and does not realize sufficient price of goods, അപ്പോൾ ഉള്ള ഗുഡ്സ് വിൽപ്പന നടത്തിയിട്ടും കിട്ടാനുള്ള പൈസയിൽ അത്രയും റിയലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബയ്യറിന് ബാക്കിയുള്ള എമൗണ്ടിന്റെ പേരിൽ കേസ് സെല്ലറിന് ബയ്യറിന്റെ പേരിൽ ബാക്കി കിട്ടാനുള്ള എമൗണ്ടിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാം. റൈറ്റ് അഗെയിൻസ്റ്റ് ബയ്യർ. സ്യൂട്ട് ഫോർ പ്രൈസിന് വേണ്ടി സ്യൂട്ട് പോവാം. സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് വേണമെങ്കിൽ ഫയൽ ചെയ്യാം. അതായത് only if seller is ready and willing to deliver the goods to buyer, but buyer refuses to accept goods and pay for them. Goods correct ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് സ്യൂട്ട് ഫോർ ഡാമേജസ് ഉണ്ട് പോവാം. അതായത് സെല്ലർ റെഡിയാണ് ഗുഡ്സ് ബയ്യറിന്റെ അടുത്തേക്ക് ഡെലിവർ ചെയ്യാം, പക്ഷെ ബയ്യർ റെഫ്യൂസ് ചെയ്യാണ്, എന്നിട്ട് പൈസ കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ സെല്ലറിന് കേസ് ഫയൽ ചെയ്യാം. കാരണം ഇയാൾ ബയ്യർ ഓർഡർ തന്നിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്, എന്നിട്ട് അവസാനം പറ്റില്ല എന്ന് പറഞ്ഞാൽ suit for damages or repudiation of contract before due date of delivery. ഡെലിവറി ഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ സെല്ലറിനെ സ്യൂ ചെയ്യാം, ബയ്യറിനെ പോയി സ്യൂ ചെയ്യാം. കാരണം ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഇരിക്കുകയായിരിക്കും. സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ബി അവാർഡ് ഈസ് അറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കോർട്ട് പ്രകാരം ഇതിനിപ്പോൾ എമൗണ്ട് കിട്ടാനുള്ളതിനൊക്കെ ഇൻട്രസ്റ്റ് സഹിതം വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. Remedies of buyer against the seller. Damages for non-delivery. Delivery കിട്ടിയില്ലെങ്കിൽ നമുക്ക് സെല്ലറിന് അഗേൻസ്റ്റ് ഫയൽ ചെയ്യാം. Suit for specific performance. If damages are not adequate remedy, court may award if the following conditions are satisfied. Goods are specific ascertained ആണ്, ഡാമേജസ് കിട്ടിയത് ഇനാഡിക്വേറ്റ് ആണ്, ഗുഡ്സ് യൂണിക്കും കോസ്റ്റ്ലി ആണെങ്കിൽ സ്യൂട്ട് ഫോർ അത് സ്പെസിഫിക് പെർഫോമൻസ് ചെയ്തു കൊടുക്കാൻ കോർട്ടിന് സെല്ലറിനോട് പറയാം. Suit for breach of warranty. There is a breach of warranty by seller or buyer. Breach of warranty നടക്കുകയാണ്. To treat breach of condition as breach of warranty. Breach of condition ആണെങ്കിൽ നമുക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ, ഡാമേജസ് ക്ലെയിം ചെയ്യാം. ബ്രീച്ച് ഓഫ് വാറന്റി ആണെങ്കിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഡാമേജസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്ലെയിം ഡിഡക്ഷൻ പ്രൈസ്. Refuse to pay price if the loss equals the price to be paid. If loss is greater than price of goods, then claim damages. May sue the seller for sue ചെയ്യാം. Buyer is not goods റിജക്ട് ചെയ്യാൻ പറ്റില്ല, അതായത് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ബ്രീച്ച് ഓഫ് വാറന്റി വന്ന ക്ലെയിം ഓഫ് ഡാമേജസ് മാത്രമേ പറ്റുള്ളൂ. Suit for damages for repudiation of contract by seller before due date. ഡ്യൂ ഡേറ്റിന് മുമ്പ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ buyer may continue the contract and wait till date of delivery or may treat as repudiate and sue seller. അതായത് കോൺട്രാക്റ്റിൽ നമുക്ക് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് സെല്ലർ ഡെലിവറി ചെയ്തില്ലെങ്കിൽ സെല്ലറിന് അഗേൻസ്റ്റ് കേസ് പോവാം. Suit for interest. If buyer has paid price, seller does not deliver goods, buyer is entitled to claim interest. അതായത് സ്പെഷ്യൽ ഡാമേജസ്. നമ്മൾ പൈസ കൊടുത്തിട്ട് കറക്റ്റ് സമയത്ത് നമുക്ക് കൊണ്ട് ഡെലിവറി ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് സഹിത ഡാമേജസ് ക്ലെയിം ചെയ്യാം. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോർട്ടായിട്ട് ഫിക്സ് ചെയ്യാം. എഫക്ട് ഓഫ് സബ്സെയിൽ ഓഫ് പ്ലേസ് ബൈ ബയർ സെക്ഷൻ 53 ആണ്.
Right of lien or stoppage transit of seller is not affected even if buyer has pledged or sold goods unless seller has assent for the same. ഈ ഒരു ഗുഡ്സിന്റെ മുകളിൽ ലീൻ വെക്കുക അല്ലെങ്കിൽ ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്യുക ഇതൊന്നും എഫക്ട് ചെയ്യില്ല. ഈവൻ ഈ ബയ്യർ അത് മറ്റൊരാൾക്ക് പ്ലഡ്ജിന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതും ലീനിനുള്ള റൈറ്റും ഒക്കെ സെല്ലറുടെ കയ്യിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ പ്ലഡ്ജിന് വെച്ച അങ്ങനെ പിന്നെ സെല്ലറിന്റെ കൈ വിട്ട് പോയി സെല്ലർ നേരത്തെ പറഞ്ഞിരിക്കണം. However, right of stoppage is defeated if buyer has transferred a document of title. Right of stoppage defeat ചെയ്യുന്ന എപ്പോഴാണ്? ബയർ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ സബ് ബയറിന് ഗുഡ് ഫെയ്ത്തിൽ ഫോർ കൺസിഡറേഷൻ സെയിൽ നടന്നു പോയി കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഡിഫക്റ്റീവ് ആയി പോകും സെല്ലറിനെ സംബന്ധിച്ച്. ഏണസ്റ്റ് മണി വേഴ്സസ് അഡ്വാൻസ്ഡ് മണി. ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഫോർ ഡ്യൂ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. നമ്മൾ ഒരു അഡ്വാൻസ് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ഫോർഫീറ്റ് ചെയ്യാൻ പറ്റും കോൺട്രാക്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ. അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റിയാണ് ഏണസ്റ്റ് മണി. അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻ അഡ്വാൻസ്. അത് ഫൈനൽ സെറ്റിൽമെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് അഡ്വാൻസ് പേയ്മെന്റ് കനോട്ട് ബി ഫോർഫീറ്റ്. അഡ്വാൻസ് പേയ്മെന്റ് ഫോർഫീറ്റ് ചെയ്യാറില്ല, ഏണസ്റ്റ് മണി മാത്രമേ ഫോർഫീറ്റ് ചെയ്യുള്ളൂ.